നല്ല ചിത്രങ്ങൾ വരയ്ക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പെൻസിൽ എടുക്കുമ്പോൾ ഐഡിയാസ് ഒന്നും വരാത്ത അവസ്ഥ, നല്ല പടം വരയ്ക്കാൻ പറ്റാത്ത അവസ്ഥ. ഇത് കുറേ ദിവസങ്ങളായി ഇങ്ങനെ നീണ്ടു പോകുന്നു. ഇതിന് ആർട്ടിസ്റ്റ് ബ്ലോക്ക് എന്നാണ് പറയാറുള്ളത്. ഇത് വരുന്ന സമയത്ത് സിറ്റുവേഷനെ കൂടുതൽ കോംപ്ലിക്കേറ്റ് ആക്കുമ്പോഴാണ് പ്രശ്നം. ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു കാടിന്റെ അകത്ത് അകപ്പെട്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ പേടിച്ച് ആ കാടിന്റെ അകത്ത് ഫുള്ള് ഇങ്ങനെ ഓടി നടക്കാണ് പുറത്തേക്കുള്ള വഴി കണ്ടെത്താനായിട്ട്. നിങ്ങൾ എത്രത്തോളം പേടിക്കുന്നു അത്രത്തോളം പുറത്തേക്കുള്ള വഴി കണ്ടുപിടിക്കാനായിട്ട് കോംപ്ലിക്കേറ്റഡ് ആവും. അതിന് പകരം എന്താ ചെയ്യേണ്ടത്? ഒന്ന് റിലാക്സ്ഡ് ആവുക. നിങ്ങൾ എവിടെ നിന്നാണ് ആ കാടിന്റെ അകത്തോട്ട് കയറിയെന്നൊന്ന് ആലോചിച്ച് നോക്കുക. എന്തെങ്കിലും മാർഗമുണ്ടോ എന്നൊന്ന് പ്ലാൻ ചെയ്തിട്ട് പരിഭ്രാന്തി ആയാലും കുഴപ്പമില്ല അല്ലെ? അതുപോലെ തന്നെയാണ് ആർട്ടിസ്റ്റ് ബ്ലോക്ക് വരുന്ന സമയത്ത് ഒരുപാട് നിങ്ങൾ പരിഭ്രാന്തരാവേണ്ട ആവശ്യമില്ല. നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്തിട്ട് അത് വരാൻ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ മോട്ടിവേഷൻ നഷ്ടപ്പെട്ടതായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ ടൈം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ആ റീസൺ കണ്ടുപിടിച്ച് അത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല, ഒരു മോട്ടിവേഷൻ കിട്ടുന്നില്ല. അപ്പൊ ഞാൻ പറയാണ്, ഞാനൊരു 3 days ബ്രേക്ക് ആർട്ടിൽ നിന്നും എടുക്കും. നിങ്ങൾ അങ്ങനെ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ആർട്ട് റിലേറ്റഡ് കൂടുതൽ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂട്യൂബ് ഒക്കെ എടുത്ത് ആർട്ട് ട്യൂട്ടോറിയൽസ് കാണുക. നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ കിട്ടുന്ന തരത്തിൽ ആർട്ടിസ്റ്റുകൾ വരച്ച ഫോട്ടോസ് റെഫർ ചെയ്യുക. റീൽസ്, ആർട്ട് റിലേറ്റഡ് റീൽസ് ഇങ്ങനെ ഒരുപാട് കാണാൻ നോക്കുക. ഓൾറെഡി നിങ്ങൾ ബ്രേക്കിലാണ്, ആർട്ടൊന്നും ചെയ്യുന്നില്ല, പക്ഷേ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ അറിയാതെ തന്നെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ബ്രേക്ക് തീരുമാനിച്ച ഡേയ്സ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നല്ല ചിത്രം വരയ്ക്കാൻ തോന്നും. അങ്ങനെ തോന്നൽ വരുമ്പോൾ അപ്പം തന്നെ ഒരു സ്കെച്ച് ബുക്ക് എടുത്ത് എന്തെങ്കിലും ഒരു ചിത്രം വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇത് മതി നിങ്ങളുടെ ആർട്ട് ബ്ലോക്ക് മാറാനായിട്ട്.